ഞാനിപ്പോൾ ഇവിടെ തേങ്ങ വറുത്തരച്ചൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. അതിനെന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി വരച്ചത്, പരിപ്പിട്ടു. അതിലേക്ക് തക്കാളി ഇട്ടു, ക്യാരറ്റ് ഇട്ടു, സബോള ഇട്ടു, പിന്നെ ഉരുളൻകിഴങ്ങ് ഇട്ടു, ഒരു പച്ചക്കായ, പിന്നെ മുരിങ്ങക്കായ വെണ്ടക്കായൊക്കെ നമുക്ക് കഷ്ണം വെന്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പ്. എന്നിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ബാക്കി ഇത് വെന്തതിൻ്റെ ശേഷം ബാക്കി കാണാം. അപ്പോൾ അത് ഇത് ഇട്ട കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടക്കായും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം. മറ്റേ കഷ്ണങ്ങളൊക്കെ വെന്തതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുടഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സാമ്പാറിലേക്ക് കുമ്പളങ്ങി, പിന്നെ ബീൻസും മത്തങ്ങയും ചേനയും കൊത്തമരയൊക്കെ എന്ത് വേണമെങ്കിലും പച്ചക്കറിയിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞങ്ങളതിലിപ്പോൾ അത് ഇത്രയും കഷ്ണമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് സാമ്പാർ വയ്ക്കാം. നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങ വറുക്കാനുള്ള നോക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയ മുറിയത്തിങ്ങനെ അരമുറി, കുറച്ച് കട്ടക്കായ ഞാൻ ഒരലിലിട്ട് ഇട്ടിട്ട് പൊടിച്ചതാണ്, കുറച്ച് ഉലുവ, പിന്നെ ഇത് ചുവന്നുള്ളി, പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതിട്ടിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് ഇടണം. ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉലുവ, പരിപ്പ്, കായം ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് കാണിക്കാം. ഇത് തേങ്ങ ചൂടായി വന്നാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചുവപ്പ് കളറാവുന്ന വരെ നമുക്ക് മൂപ്പിക്കാം. അപ്പോൾ തേങ്ങ നന്നായി മൂത്തി വന്നിട്ടുണ്ട്. ഇത് ചൂടറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങ അരച്ച് കൊടുന്ന് അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ, ഇത് ചെറിയ ടീസ്പൂൺ കൊണ്ട് 2-3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി, കട്ട കൂടാണ്ട് ഇളക്കി ഇതായിട്ട് ഇവിടെ മുരിങ്ങക്കായും വെണ്ടക്കായും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമ്മുടെ വീട്ടിൽ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഒരു വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്കതിൽ വറവിടാനുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ സാമ്പാർ ആയി. നമുക്കത് കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് വയ്ക്കാം. ഒഴിക്കുകയാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് സാമ്പാറിലേക്ക് താളിക്കാം. നല്ല രസമുള്ള സാമ്പാർ ഇവിടെ തയ്യാറായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം.